types of joins. So there are basically three types of joins. First one is binary join, second one is ternary join, and the third one is quaternary join. So suppose consider this mechanism. ഇത് നോക്കുവാണെങ്കിൽ you can see രണ്ട് ലിങ്ക്സ് തമ്മിൽ ഇതുണ്ടോ, ഇതൊരു ലിങ്ക്, ഇത് മറ്റൊരു ലിങ്ക്. സോ ദിസ് ജോയിൻറ്റ് ഈസ് ദ മീറ്റിംഗ് പോയിൻ്റ് ഓഫ് ദീസ് ടു ലിങ്ക്സ്. എന്ന് വെച്ചാൽ രണ്ട് ലിങ്ക്സുകളും ജോയിൻ ചെയ്യുന്ന ആ ഒരു ജോയിൻ്റാണ് ഈ ഒരു ജോയിൻറ്റ്. സോ ദിസ് ജോയിൻറ്റ് ഈസ് കോൾഡ് എ ബൈനറി ജോയിൻറ്റ്. എന്ന് വെച്ചാൽ രണ്ട് ലിങ്കുകൾ തമ്മിൽ ചേരുന്ന ഒരു ജോയിൻ്റ് ഉണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ബൈനറി ജോയിൻറ്റ്. സിമിലർലി ഇഫ് എ ജോയിൻറ്റ് ഇൻക്ലൂഡ്സ് 3 ലിങ്ക്, 3 ലിങ്കുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യുന്ന ആ ജോയിൻറ്റിനെ പറയുന്ന പേരാണ് ടെർണറി ജോയിൻ. സോ ദിസ് ഈസ് എ ടെർണറി ജോയിൻ. ദിസ് ഇസ് വൺ ലിങ്ക്, ദിസ് ഇസ് അനദർ ലിങ്ക്, ആൻഡ് ദിസ് ഇസ് തേർഡ് ലിങ്ക്. ക്വാട്ടർണറി ജോയിൻ മീൻസ് ദാറ്റ് സപ്പോസ് ഇൻ എ ജോയിൻ ദർ ആർ 4 ലിങ്ക്സ്. എന്ന് വെച്ചാൽ ഒരൊറ്റ ജോയിൻറ്റിൽ 4 ലിങ്ക്സ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ക്വാട്ടർണറി ലിങ്ക്. So this is a quaternary link. So this is one link, this is a second link, this is the third link, and this is the fourth link. So 4 links join together in this joint, and this joint is called a quaternary joint. അപ്പോൾ ഈ ഫുൾ സ്ട്രക്ചർ നമ്മൾ ഇതിനെ നെയിം ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു ആർ അനലൈസിങ് ദ ബൈനറി ലിങ്ക്സ് എന്ന് വെച്ചാൽ ഒരു ജോയിൻറ്റിൽ 2 ലിങ്കേ വരാൻ പറ്റത്തുള്ളൂ. സോ ദിസ് ഇസ് എ ബൈനറി ലിങ്ക്. സോ ഇഫ് യു ആർ കൺസിഡറിങ് ദിസ് ലിങ്ക്, ദർ ആർ ഈ ഒരു ജോയിൻറ്റ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദർ ആർ 3 ലിങ്ക്സ്. ദിസ് ഇസ് വൺ ലിങ്ക്, ദിസ് ഇസ് ദ സെക്കൻഡ് ലിങ്ക്, ആൻഡ് ദിസ് ഇസ് ദ തേർഡ് ലിങ്ക്. സോ ദിസ് ഇസ് എ ടെർണറി ലിങ്ക്. Similarly, if we consider this join, 3 links are meeting at this joint. This is first link, this is the second link, and this is the third link. Similarly, if we consider this joint, there are 2 links. This is the first link, and this is the second link. So this is a binary link. Similarly, if we are considering this link, there are 3 links. There are 3. So ഈ ഒരു ജോയിൻറ്റ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ജോയിൻറ്റിൽ തന്നെ 3 ലിങ്ക്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, ആൻഡ് ദ തേർഡ് വൺ. So if we consider this joint, 3 links are meeting at this joint. This is the first link, second link, and the third link. And ഇത് മാത്രമേ ഉള്ളൂ ക്വാട്ടർണറി ജോയിൻ്റ് എന്ന് പറയാൻ പറ്റുന്ന കാര്യം. ഈ ഒരൊറ്റ ജോയിൻറ്റിൽ മാത്രമേ 4 ലിങ്ക്സ് തമ്മിൽ മീറ്റ് ചെയ്യുന്നുള്ളൂ. So this forms a quaternary joint. So in order to determine the nature of the chain, that is whether the chain is locked chain or structure or kinematic chain or unconstrained chain, the following relations between the number of links and the number of binary joints as given by A.W. Klein may be used. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പോർഷനിൽ കണ്ട അതേ സെയിം ഇക്വേഷൻ തന്നെയാണ് ഈ ഇക്വേഷൻ. എന്ന് വെച്ചാൽ ഒരു ചെയിൻ തന്നിട്ട്, ഒരു കൈനമാറ്റിക് ചെയിൻ തന്നിട്ട് അത് മൂവ്മെൻ്റ് ഉള്ള കൈനമാറ്റിക് ചെയിനാണോ അല്ലെങ്കിൽ അത് ലോക്ക്ഡ് ആയിട്ടുള്ള ചെയിനാണോ എന്നുള്ള ആ ഒരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് ഈ ഇക്വേഷൻ. എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് വെദർ ദ ചെയിൻ ഈസ് എ ലോക്ക്ഡ് ചെയിൻ. ഇപ്പം നമ്മളൊരു കൈനമാറ്റിക് ചെയിൻ തന്നിട്ട് അത് അനക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ ലോക്ക്ഡ് ചെയിൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ ലിങ്ക്സുകൾ തമ്മിൽ മോഷൻ പോസിബിൾ അല്ലെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് ചെയിൻ ആസ് എ ലോക്ക്ഡ് ചെയിൻ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്നും പറയും. ഓർ കൈനമാറ്റിക് ചെയിൻ എന്ന് പറയാൻ പറ്റണമെങ്കിൽ ആ ലിങ്ക്സ് തമ്മിൽ there should be some relative motion. So if there is some relative motion, we can call that chain as a kinematic chain or unconstrained chain. ഇപ്പം നമുക്ക് ആ ഒരു കണക്ഷൻ, ഒരു ചെയിൻ നമുക്ക് വരച്ച് തന്നിട്ട് അത് കൈനമാറ്റിക് ചെയിൻ ആണോ അല്ലയോ എന്നുള്ളത് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറയും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഈ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ പോർഷനിൽ നമ്മൾ കണ്ട ആ സെയിം ഇക്വേഷൻ തന്നെയാണ്. ആ ഇക്വേഷൻ ഏതായിരുന്നു? കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ കണ്ട ഇക്വേഷൻ. നമ്മൾ കൈനമാറ്റിക് ചെയിൻ പഠിച്ചപ്പം ആ ഒരു ഇക്വേഷനൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? നമ്മളതിൻ്റെ പ്രോബ്ലംസൊക്കെ ചെയ്തതാണ്. ആ സെയിം ഇക്വേഷൻ തന്നെയാണ് ഈ ഇക്വേഷൻ. എന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കേ, കൈനമാറ്റിക് ചെയിൻ ഇവിടെ നമ്മൾ കണ്ട ഈ ഇക്വേഷൻ തന്നെയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ. ഇതിപ്പോൾ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു J=3/2L-2 എന്നുള്ള ഇക്വേഷൻ നമുക്ക് ലോവർ പെയറിൽ ആപ്ലിക്കബിൾ ആക്കാൻ പറ്റത്തുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഈ 2 ഇക്വേഷൻസും. സോ ദീസ് ഇക്വേഷൻസ് നമുക്ക് ലോവർ പെയർ വരുമ്പോൾ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കേസ് ഈ ഇക്വേഷൻ പഠിച്ചപ്പോഴേ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഇക്വേഷനകത്ത് ഇപ്പോൾ ഇത് ഹയർ പെയർ വന്നാൽ ആ ഇക്വേഷനെ എങ്ങനെ ഓൾട്ടർ ചെയ്യും എന്നുള്ളതും കൂടെ ചേർത്തുള്ള ഇക്വേഷനാണ് ഇപ്പം നമ്മൾ പഠിക്കുന്ന ആ പോർഷനിൽ കാണിക്കുന്നത്. ഇവിടെ നോക്കിയാൽ മതി, ഇത് കണ്ടോ, J+H/2 = 3/2L-2. മനസ്സിലായോ?
അപ്പോൾ കഴിഞ്ഞ ഇക്വേഷനായിട്ട് ആകെ ഒരു വ്യത്യാസം വന്നേക്കുന്നത് ജെ പ്ലസ് ഒരു h/2 ഇവിടെ വന്നു. ഈ h/2 മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ഇക്വേഷൻ വെച്ച് കൺസിഡർ ചെയ്ത് നോക്കിയാൽ അഡീഷണൽ ആയിട്ടുള്ള ടേം വരുന്നത്. അപ്പം ഈ h/2 ഇല്ലെങ്കിൽ എന്താ വരുന്നത്? j = 3/2 L - 2 അങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത് അല്ലേ? ആ ഇക്വേഷൻ തന്നെയാണ് നേരത്തെ നമ്മൾ പഠിച്ചത്, j = 3/2 L - 2. സോ ഈ h/2 ഇവിടെ വരുന്നില്ല, j പ്ലസ് h/2 എന്നുള്ള ടേം ഇവിടെ വരുന്നില്ല. ആ h/2 വരുവാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഹയർ പെയറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ നമ്മൾ കണ്ടായിരുന്നില്ല, ദീസ് ടു ഇക്വേഷൻസ് ഫോർ ലോവർ പെയർ എന്നാണ് പറയുന്നത്. സോ ദീസ് ഇക്വേഷൻസ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ഫോർ ലോവർ പെയർ. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ലോവർ പെയർ എന്ന് വെച്ചാൽ എന്തുവാ? സർഫസ് ടു സർഫസ് കോൺടാക്റ്റ് വിത്ത് വരുന്ന ലിങ്ക്സിനെ പറയുന്ന പേരാണ് ലോവർ പെയർ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ലോവർ പെയറിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ ടോപ്പിക്കിനകത്ത് ഹയർ പെയറിനെയും കൂടെ കൺസിഡർ ചെയ്ത് ഈ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഹയർ പെയറും കൂടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതും, j പ്ലസ് h/2 = 3/2 L - 2. അതാണ് നമ്മൾ ഇന്ന് കണ്ടത്. അതാണ് j പ്ലസ് h/2 = 3/2 L - 2. അപ്പോൾ ഹയർ പെയറും കൂടെ കൺസിഡർ ചെയ്ത് ആ ഇക്വേഷനെ മോഡിഫൈ ചെയ്താണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇതൊരു കൈനമാറ്റിക് ചെയിൻ ആണോ അല്ലെങ്കിൽ ലോക്ക്ഡ് ചെയിൻ ആണോ എന്ന്. കൈനമാറ്റിക് ചെയിൻ എന്ന് വെച്ചാൽ അതിന് ഒരു മൂവ്മെൻ്റ് ഉള്ള ചെയിനാണ് കൈനമാറ്റിക് ചെയിൻ. ലോക്ക്ഡ് ചെയിൻ എന്ന് വെച്ചാൽ അതിനൊരു മൂവ്മെൻറ്റും ഈ ലിങ്ക്സ് തമ്മിലൊരു മൂവ്മെൻറ്റും പോസിബിൾ അല്ല. അത് എപ്പോഴും ഒരു സ്ട്രക്ചർ പോലെ തന്നെ ഇരിക്കത്തുള്ളൂ. ആ ലിങ്ക്സ് തമ്മിൽ മൂവ്മെൻ്റ് ഒന്നും സാധ്യമല്ലാത്ത ചെയിനെയാണ് ലോക്ക്ഡ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഒരു ചെയിൻ കൈനമാറ്റിക് ചെയിൻ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. In this equation, j corresponds to the number of binary joins, h corresponds to the higher pair, and L corresponds to the number of links. H stands for higher pair and L stands for the number of links. Okay. So, we can do one example. So, first one, ഇതിൽ തന്നെ ബൈനറി ജോയിൻ്റ് നമ്മൾ 1 by 1 ആയിട്ട് കാണാൻ പോവാണ്. ഓക്കെ, ഫസ്റ്റ് ഈ നമ്മളിപ്പോൾ ജോയിൻസ് എല്ലാം കണ്ടു, ബൈനറി ജോയിൻറ്റ്, ടെർണറി ജോയിൻറ്റ് ആൻഡ് കോർട്ടേർണറി ജോയിൻറ്റ്. അപ്പോൾ ഈ എല്ലാ ജോയിൻറ്റ്സും നമ്മളിതിന് 1 by 1 ആയിട്ട് കാണാൻ പോവാണ്. ഫസ്റ്റ് വൺ ഈസ് ബൈനറി ജോയിൻറ്റ്. When two links are joined at the same connection, the joint is known as a binary joint. As we have already discussed, if two links are connected at the same joint, it can be called as a binary joint. For example, a chain as shown in figure. This figure has 4 links and 4 binary joints at A, B, C and D. 4 links ഉണ്ട്, 1, 2, 3, 4, and there are 4 binary joints. This is one binary joint, this is another binary joint, this is another binary joint, and this is another binary joint. So in this equation, since നമ്മളിത് ഓൾറെഡി കണ്ടതാണ്, ടേണിംഗ് പെയർസ് വരുന്നതാണ് ഈ ഫുള്ള് കണ്ടോ. ഇതൊരു ടേണിംഗ് പെയർ ആണ്, ഇത് മറ്റൊരു ടേണിംഗ് പെയർ ആണ്, ഇതൊരു ടേണിംഗ് പെയർ ആണ്, ഇതൊരു ടേണിംഗ് പെയർ ആണ്. സോ ടേണിംഗ് പെയർ വരുമ്പോഴത്തേക്ക് ഈ ടേണിംഗ് പെയർ വരുന്നതിനെ വി ക്യാൻ ഓൺലി കൺസിഡർ ആസ് ലോവർ പെയർ. നമ്മൾ ഓൾറെഡി ലോവർ പെയർ പഠിച്ചപ്പോൾ കണ്ടായിരുന്നു, കണ്ടോ ഇവിടെ നോക്കിയാൽ മതി, നമ്മൾ ആ ലോവർ പെയറിൻ്റെ പഠിച്ച അതായിരുന്നു. സ്ലൈഡിംഗ് പെയർ, ടേണിംഗ് പെയർ, സ്ക്രൂ പെയർ, ഇതെല്ലാം ലോവർ പെയറാണ്. ഓക്കെ, സോ ദീസ് ഓൾ ഇതെല്ലാം നമുക്കതിന് ഈ എല്ലാ ജോയിൻസും നമുക്ക് ലോവർ പെയർ ആണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഹയർ പെയർ പോലും വരുന്നില്ല. അതുകൊണ്ട് വി ക്യാൻ മേക്ക് h = 0. When h becomes 0, the equation becomes j = 3/2 L - 2. സോ അപ്പം നമുക്ക് ഈ ഇക്വേഷനകത്ത് ജെയുടെ വാല്യൂ, നമ്പർ ഓഫ് ജോയിൻസ് എത്രയുണ്ട്? 4 എണ്ണമാണ്. സോ L so j = 4. 4 = 3/2 into L. L stands for the number of links. Number of links is 4. 3/2 into 4 - 2. That is 4 = 4. മനസ്സിലായോ? അപ്പം നമുക്ക് ഈ ഇക്വേഷൻസ് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇതൊരു കൈനമാറ്റിക് ചെയിൻ ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഒരു ചെയിൻ ഒരു തന്നിരിക്കുന്ന ഒരു ഫിഗർ തന്നിട്ട് അത് കൈനമാറ്റിക് ചെയിൻ ആണോ അല്ലയോ എന്ന് നമുക്ക് ഈ ഇക്വേഷൻസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ദ ടെർണറി ജോയിൻ. Ternary joint. As we discussed earlier, when 3 links are joined at the same connection, the joint is known as a ternary joint. So this is one example. So this is one link, this is another link, and this is another link. So these 3 links are connected at one single point. So this joint is one ternary joint. This joint is also ternary joint. So E and C are ternary joint. A, B and D are binary joints because only 2 links are connected at the joint A. So first link and the 6th link are connected at the joint A,
Similarly, second link and the first link is connected at the joint B. Similarly, third link and the fourth link are connected at the joint D. So there are two links at each of these joints. So these A, B and D constitute the binary joints, and C and D constitute the ternary joints. അതാണ് ഇവിടെ പറയുന്നത്. 3 ബൈനറി ജോയിൻസും 2 ടെർണറി ജോയിൻറ്റും ഉണ്ട് ഈ ഒരു സ്ട്രക്ചറിൽ. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുന്നത് 1 ടെർണറി ജോയിൻറ്റ് ഈക്വൽ ടു 2 ബൈനറി ജോയിൻറ്റ് എന്നാണ് പറയുന്നത്. അതെങ്ങനെ വരുന്നത്? ഇവിടെ ഏതൊക്കെ ടെർണറി ജോയിൻറ്റ്? ഇയും സിയും ആണ് ടെർണറി ജോയിൻറ്റ്സ്. സോ ജസ്റ്റ് ചെക്ക് ദീസ് 2 ജോയിൻറ്റ്സ് ഇ ആൻഡ് സി. ഇപ്പോൾ ഇയിൽ എത്ര ബൈനറി ജോയിൻറ്റ് വരുന്നുണ്ട്? ബൈനറി ജോയിൻറ്റ് എത്ര എണ്ണം ഉണ്ട്? ബൈനറി ജോയിൻറ്റ് എന്ന് വെച്ചാൽ ഒരു പെയറായിട്ട് വരുന്ന ജോയിൻറ്റിനെ പറയുന്ന പേരാണ് ബൈനറി ജോയിൻറ്റ്. ഇപ്പോൾ സപ്പോസ് കൺസിഡർ ഇ എന്നുള്ളൊരു ജോയിൻറ്റ് കൺസിഡർ ചെയ്താൽ 4ഉം 5ഉം ഇയിലോട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ലിങ്ക് 4ഉം ലിങ്ക് 5ഉം. സോ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ബൈനറി ജോയിൻറ്റ് അല്ലേ. സിമിലർലി 6 ആൻഡ് 5 അല്ലേ, 6ഉം 5ഉം അല്ലേ, 6ഉം 5ഉം ഒരുമിച്ച് ഒരു ബൈനറി ജോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദീസ് 2 കോൺസ്റ്റിറ്റ്യൂട്ട് അനദർ ബൈനറി ജോയിൻറ്റ്. ശരിയല്ലേ? അപ്പോൾ നോക്കിയാൽ മതി, ഇവിടെ ഇതൊരു ബൈനറി ജോയിൻറ്റ്, 4ഉം 5ഉം ഒരു ബൈനറി ജോയിൻറ്റ്, 5 ആൻഡ് 6 ഈസ് അനദർ ബൈനറി ജോയിൻറ്റ്. സോ ഇത് രണ്ടും കൂടെ ചേർത്ത്, ഈ രണ്ട് ബൈനറി ജോയിൻറ്റ്സും കൂടെ ചേർത്ത് വെച്ചാൽ വി വിൽ ഗെറ്റ് ദ ടെർണറി ജോയിൻറ്റ് ഇ. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ട് ബൈനറി ജോയിൻറ്റ്സ് ചേർന്ന് വരുമ്പോൾ നമുക്കൊരു ടെർണറി ജോയിൻറ്റ് കിട്ടും. ഇപ്പോൾ ഇ എന്നുള്ളൊരു ജോയിൻറ്റ് കിട്ടാൻ വേണ്ടി ഈ 4ഉം 5ഉം ആയിട്ടുള്ള ബൈനറി ജോയിൻറ്റ് ചേർത്ത്, 4ഉം 5ഉം ഒരു ബൈനറി ജോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, 5ഉം 6ഉം അടുത്ത ബൈനറി ജോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് ഇ എന്നുള്ളൊരു പോയിൻ്റായിട്ട് നമുക്ക് വേണേൽ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, 1 ടെർണറി ജോയിൻറ്റ് ഇസിക്കൽ ടു 2 ബൈനറി ജോയിൻറ്റ്. മനസ്സിലായോ? ഇപ്പോൾ ഇതിനെ ഇ എന്നുള്ള ഒരു ടെർണറി ജോയിൻറ്റാണ്. അപ്പോൾ അതിനെ ബൈനറി ജോയിൻ്റ് ആയിട്ട് പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, 4 and 5 forms one binary joint, 5 and 6 form another binary joint. So ഈ രണ്ട് ബൈനറി ജോയിൻറ്റുകൾ തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ we will be getting the ternary joint E. So equivalent binary joint in the chain is equal to അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബൈനറി ജോയിൻ്റ് എത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്ക് വേണേൽ പറയാം അല്ലേ. എങ്ങനെ പറയുന്നത്? ബൈനറി ജോയിൻറ്റ് ഇപ്പം ഈ ഫിഗറിൽ ബൈനറി ജോയിൻസുകൾ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ എ ബൈനറി ജോയിൻറ്റാ, ബി ബൈനറി ജോയിൻറ്റാ, ഡി ബൈനറി ജോയിൻറ്റാ. സോ ബൈനറി ജോയിൻറ്റ്സ് മാത്രം നോക്കിയാൽ 3 ബൈനറി ജോയിൻറ്റ് അതുപോലെ വരുന്നുണ്ട് അല്ലേ. എ ബി ഡി ബൈനറി ജോയിൻറ്റ്സ്. സോ 3 എന്നുള്ള ഒരു നമ്പറാണ് നമ്പർ ഓഫ് ബൈനറി ജോയിൻറ്റ്സ്. പിന്നെ നമുക്കറിയാം ഒരു ടെർണറി ജോയിൻ്റ് എന്ന് വെച്ചാൽ ഇവിടെ കണ്ടു 1 ടെർണറി ജോയിൻറ്റ് ഇസിക്കൽ 2 ബൈനറി ജോയിൻറ്റ്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ 2 ബൈനറി ജോയിൻറ്റ് വരുന്നുണ്ട്, ഇവിടെ നോക്കിയാലും ഇവിടെ 2 ബൈനറി ജോയിൻറ്റുകൾ വരും അല്ലേ. സോ ഈ 2 ടെർണറി ജോയിൻ്റാണ് ഉള്ളത്. അപ്പോൾ ഓരോ ടെർണറി ജോയിൻറ്റിലും 2 ബൈനറി ജോയിൻ്റാണ് വരുന്നത്. അതിവിടെ പറയുന്നുണ്ട്, ഓരോ ടെർണറി ജോയിൻറ്റിലും 2 ബൈനറി ജോയിൻ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 2 ടെർണറി ജോയിൻ്റ് ഉണ്ട്. സോ 2 into 2 ചെയ്യുന്നു. മനസ്സിലായോ? ഈ ഓരോ ടെർണറി ജോയിൻറ്റിലും 2 ബൈനറി ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടലി 2 ടെർണറി ജോയിൻ്റ് ആണോ ഉള്ളത്. സോ 2 into 2, അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ സമ്മായിട്ട് 7 വരും. അപ്പം there will be 7 equivalent ബൈനറി ജോയിൻറ്റ്സ്. ഇപ്പോൾ ഇത് നോക്കിയാൽ 7 ബൈനറി ജോയിൻറ്റ്സുകൾ ഈ ഒരു ടോട്ടൽ സ്ട്രക്ചറിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. സോ ഇത് കൈനമാറ്റിക് ചെയിൻ ആണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയണം. അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ലിങ്ക്സ് കൗണ്ട് ചെയ്യുന്നു. ടോട്ടൽ നമ്പർ ഓഫ് ലിങ്ക്സ് L = 6. 6 ലിങ്ക്സ് ഉണ്ട്. ഇവിടെ ഓൾറെഡി നമ്പർ ചെയ്തിട്ടുണ്ട്, 1 2 3 4 5 6. സോ there are 6 number of links and 7 and the number of joints is equal to 7. നമ്പർ ഓഫ് ജോയിൻറ്റ്സ് വെറും ജോയിൻറ്റ്സ് അല്ല, നമ്പർ ഓഫ് ബൈനറി ജോയിൻറ്റ്സ് ആണ് 7. ഇവിടെ നമ്മൾ കണ്ടു J is equal to number of binary joints എന്നാണ് പറയുന്നത്. സോ നമ്പർ ഓഫ് ബൈനറി ജോയിൻറ്റ്സ് 7 ഇവിടെ നിന്നാണ് കിട്ടിയത്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ എത്ര ബൈനറി ജോയിൻറ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഈ 7 ആണ് നമ്പർ ഓഫ് ആ ജെയുടെ വാല്യൂ. സോ J is equal to 7. Therefore utilizing the equation J is equal to, so 7 is equal to 3/2 into number of links എന്ന് വെച്ചാൽ 6 ആണ്. 3/2 into 6 minus 2, that is 7 is equal to 7 എന്ന് വരുന്നുണ്ട്. അപ്പോൾ since the left hand side is equal to right hand side, therefore the chain is a kinematic chain or constrained chain. അപ്പോൾ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു കൈനമാറ്റിക് ചെയിൻ അല്ലെങ്കിൽ കൺസ്ട്രെയിൻഡ് ചെയിൻ എന്നും പറയാം.
കൈനമാറ്റിക് ചെയിൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ആ മോഷനുള്ള ചെയിനാണ് കൈനമാറ്റിക് ചെയിൻ. ഈ ലിങ്ക്സുകൾ തമ്മിൽ മോഷനുള്ള ചെയിനെയാണ് കൈനമാറ്റിക് ചെയിൻ എന്ന് പറയുന്നത്. ഈ ലിങ്ക്സുകൾ തമ്മിൽ ഒരു മോഷനും സാധ്യമല്ലാത്ത ചെയിനാണ് ലോക്ക്ഡ് ചെയിൻ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ മൂവിങ് ഇൻ ടു ദ quaternary joint. Quaternary joint means that when the four links are joined at the same connection, the joint is called a quaternary joint. അപ്പോൾ 4 ലിങ്ക്സുകൾ ഒരൊറ്റ കണക്ഷനിലോട്ട് വരുന്നുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് ജോയിൻ്റ് ആസ് എ quaternary joint. എക്സാമ്പിളായിട്ട് ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗറിൽ നമുക്ക് ഏതൊക്കെയാണ് quaternary joint വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാം. 4 ലിങ്ക്സ് ഒരു ജോയിൻറ്റിൽ വരുന്നതിനെ പറയുന്നവരാണ് quaternary joint. സോ നോക്കുക, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ജോയിൻറ്റ് എ എന്നുള്ള ജോയിൻറ്റ് എടുക്കുന്നു. എയിൽ എത്ര ലിങ്ക്സ് വരുന്നുണ്ട്? 1, 3, 11. സോ ഇതൊരു ടെർണറി ലിങ്കാണ് വരുന്നത്. ആൻഡ് എ എന്നുള്ളത് ഒരു ടെർണറി ലിങ്കാണ്. ബി എന്നുള്ള ലിങ്ക് നോക്കുക. ബിയിൽ 1, 2, 3 3 ലിങ്ക്സ് ആണ് കണക്റ്റഡ് ആയിട്ട് വരുന്നത്. സോ ബി ഫോംസ് എ ടെർണറി ജോയിൻറ്റ്. അടുത്ത ഡി എന്നുള്ള ജോയിൻറ്റ് നോക്കുന്നു. ഡിയിൽ 2 ലിങ്കേ മാത്രമേ വരുന്നുള്ളൂ. 5ഉം 4ഉം മാത്രമേ ഡിയിലോട്ട് വരുന്നുള്ളൂ. സോ ഡി ഈസ് എ ബൈനറി ലിങ്ക്. നെക്സ്റ്റ് ലിങ്ക് ഈസ് ഇ എന്നുള്ള ലിങ്ക് നോക്കുന്നു. ഇയിൽ നിന്ന് ഇയിലോട്ട് 5, 6, 7 3 ലിങ്കാണ് ഇയിലോട്ട് ജോയിൻ ചെയ്യുന്നത്. സോ ദാറ്റ് ഫോംസ് എ ടെർണറി ലിങ്ക്. കൺസിഡർ ദ ലിങ്ക് ജോയിൻറ്റ് എഫ് എന്നുള്ള ജോയിൻറ്റ് നോക്കുന്നു. എഫിലോട്ട് വരുന്ന ലിങ്ക്സ് എന്ന് വെച്ചാൽ 6, 8, 9. So 3 links are connected at the joint F. So this forms a ternary joint. So G. Next link is G. G എന്നുള്ള ലിങ്ക് നോക്കുന്നു. G എന്നുള്ള ലിങ്ക് നോക്കുവാണെങ്കിൽ ജിയിലോട്ട് 7, 8, 10, 11 4 ലിങ്ക്സ് ജോയിൻ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഫോംസ് എ quaternary joint. ഓക്കെ, സോ നെക്സ്റ്റ് ലിങ്ക് ഈസ് സി. സി എന്നുള്ള ജോയിൻറ്റ് നോക്കുന്നു. സി എന്നുള്ള ജോയിൻറ്റ് ലിങ്ക് അല്ല, ജോയിൻ്റ് ആണ്. സോ ഇഫ് ഈ കൺസിഡർ ദ ജോയിൻ സി, എത്ര ലിങ്ക്സ് അതിലോട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നത്? 3 എന്നുള്ള ലിങ്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. 2 എന്നുള്ള ലിങ്ക് സെക്കൻഡ് ലിങ്ക് കണക്റ്റഡ് ആണ്. ഈ 10th ലിങ്ക് കണക്റ്റഡ് ആണ്. 9th ലിങ്ക് കണക്റ്റഡ് ആണ്. സോ സി ഓൾസോ ഫോംസ് അനദർ quaternary joint. എന്ന് വെച്ചാൽ ഈ ഒരു ജോയിൻറ്റിൽ 4 ലിങ്ക്സ് കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ഇത് ബൈനറി ആണോ ടെർണറി ആണോ quaternary ആണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. ചെയിൻ ഹാസ് 11 ലിങ്ക്സ്. ഇപ്പം നമ്പർ ഇട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഫിഗറിൽ തന്നെ നമുക്ക് 11 ലിങ്ക്സുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ലിങ്ക്, സെക്കൻഡ് ലിങ്ക്, തേർഡ് ലിങ്ക്, കണ്ടോ, 4th ലിങ്ക്, 5th ലിങ്ക്, 6th ലിങ്ക്, 7th ലിങ്ക്, 8th ലിങ്ക്, 9, 10, 11. സോ ദർ ആർ 11 ലിങ്ക്സ്. 1 ബൈനറി ജോയിൻ്റ് അറ്റ് ഡി. നമ്മൾ നേരത്തെ കണ്ടു, ഡിയിൽ മാത്രമേ ബൈനറി ജോയിൻ്റ് ഉള്ളൂ. 4 ടെർണറി ജോയിൻറ്റ്സ് അറ്റ് എ, ബി, ഇ ആൻഡ് എഫ്. എയും ബിയും ഇയിലും എഫിലും ടെർണറി ജോയിൻറ്റ്സ് ആണ്. 2 quaternary joints അറ്റ് സി ആൻഡ് ജി. നമ്മൾ നേരത്തെ കൗണ്ട് ചെയ്തു. സിയിലും ജിയിലും 4 അതൊരു quaternary joint. കാര്യം 4 ലിങ്ക്സ് ഈ 2 ജോയിൻസിലോട്ടും ജോയിൻ ചെയ്യുന്നുണ്ട്. 1 quaternary അടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 1 quaternary joint ഈസ് ഇക്വലൻറ്റ് ടു 3 ബൈനറി ജോയിൻറ്റ്. അതാണ് പറയുന്നത്. ഒരു one quaternary joint എന്ന് വെച്ചാൽ 4 ലിങ്ക്സ് ജോയിൻ ചെയ്യുന്ന ആ ഒരു ജോയിൻ്റ് ആണ് ഒരു quaternary joint എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി ഇക്വലൻറ്റ് ടു 3 ബൈനറി ജോയിൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക. നമുക്കറിയാം, ഇപ്പോൾ ഈ ഫിഗറിനകത്ത് നോക്കിയാൽ 2 quaternary joint ഉണ്ട്. സി ഉണ്ട്, ജി ഉണ്ട്. സിയും ജിയും 2 quaternary joint. അപ്പോൾ നമുക്ക് ജി എന്നുള്ള ഒരു ജോയിൻറ്റ് മാത്രം ഒന്ന് എടുക്കുക. ഇപ്പം നോക്കിക്കേ, ഈ ജിയെ നമ്മൾ ബൈനറി ലിങ്ക്സ് ആയിട്ട്, ഇത് ശരിക്കും പറഞ്ഞാൽ 4 ലിങ്ക്സുകൾ ജോയിൻ ചെയ്യുന്ന ജോയിൻ്റാണ് ജി എന്നുള്ള ജോയിൻറ്റ്. സോ അതിനെ നമുക്ക് ബൈനറി ലിങ്ക്സ് ആയിട്ട് കൗണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ കൗണ്ട് ചെയ്യാം? ജിയിലോട്ട് ജോയിൻ ചെയ്യുന്ന ലിങ്ക്സ് എന്ന് വെച്ചാൽ 7, 8, 10, 11 ആണ് അല്ലേ. സോ ഞാൻ ഇതിനെ ബൈനറി ലിങ്ക്സ് ആയിട്ട് മാറ്റുവാണെങ്കിൽ 10, 11 ഒരു ബൈനറി ലിങ്കാണ് അല്ലേ. അതുപോലെ തന്നെ 10, 8 മറ്റൊരു ബൈനറി ലിങ്കാണ്. അതുപോലെ തന്നെ 7, 8 മറ്റൊരു ബൈനറി ലിങ്കാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ 3 ബൈനറി ലിങ്ക്സുകൾ ചേർക്കുവാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് ദ ജോയിൻറ്റ് ജി അല്ലേ. ഈ 3 ബൈനറി ലിങ്ക്സുകൾ ചേർത്ത് വെക്കുമ്പോഴാണ് എനിക്ക് ഈ quaternary joint എനിക്ക് കിട്ടുന്നത്. അതാണ് പറയുന്നത് 1 quaternary joint ഈസ് ഇക്വലൻറ്റ് ടു 3 ബൈനറി ജോയിൻറ്റ്. മനസ്സിലായോ? അതുപോലെ തന്നെ
മറ്റൊരു കാര്യം പറയുന്നത് 1 ടെർണറി ജോയിൻറ്റ് ഈസ് ഈക്വൽ ടു 2 ബൈനറി ജോയിൻറ്റ്. ഇത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടതാണ്. ഒരു ടെർണറി ജോയിൻ്റ് എന്ന് വെച്ചാൽ 2 ബൈനറി ജോയിൻ്റ് ആണ് നമ്മളിപ്പോൾ ഇപ്പോൾ കണ്ടതാണ്. അപ്പോൾ അത് കൂടുതൽ ഡിസ്കഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഈ ഇക്വേഷൻ അത് ജെയുടെ വാല്യൂ വേണം അല്ലേ. ഇക്വേഷൻ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ജെ ഇസിക്കൽ 3/2L-2 ആണ് നമ്മുടെ ഇക്വേഷനകത്ത് ഈ ജെ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ബൈനറി ജോയിൻസ് ആണ്. സോ ഇതിനകത്ത് എത്ര ബൈനറി ജോയിൻസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചാലേ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് അതിൻ്റെ മൂവബിലിറ്റി കൈനമാറ്റിക് ചെയിൻ ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്പർ ഓഫ് ബൈനറി ജോയിൻസ് എത്രയുണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഫിഗറിൽ നമ്മൾ ചുമ്മാ നോക്കുവാണെങ്കിൽ ഡി മാത്രമേ ബൈനറി ജോയിൻ്റ് ഉള്ളൂ അല്ലേ. സോ ആ ഡിയുടെ വാല്യൂ ഒരു ബൈനറി ജോയിൻ്റ്. അതുകൊണ്ട് ആ നമ്പർ ഓഫ് ബൈനറി ജോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി 1 + 1 എന്ന് പറയുന്നത് ഈ ഡിയിലുള്ള ബൈനറി ജോയിൻ്റ്. ഓക്കെ, 1 പ്ലസ് അടുത്ത് നോക്കുന്നു എത്ര ടെർണറി ജോയിൻ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ. ടെർണറി ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എവിടേക്കാണ്? ABEF അല്ലേ. എ ഇവിടെ, ബി ഇവിടെ, അതുപോലെ തന്നെ ഇയിലും എഫിലുമാണ് ടെർണറി ജോയിൻ്റ് ഉള്ളത് അല്ലേ. അപ്പം 4 ടെർണറി ജോയിൻ്റാണ് ഉള്ളത്. സോ അതുകൊണ്ടാണ് 4 ഇൻറ്റു. മാത്രമല്ല ഒരു ടെർണറി ജോയിൻറ്റിൽ എത്ര ബൈനറി ജോയിൻ്റ് ഉണ്ട്? 2 അല്ലേ. അപ്പം 4 ടെർണറി ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ 4 ഇൻറ്റു ആ ഓരോ ടെർണറി ജോയിൻറ്റിലും 2 ബൈനറി ജോയിൻ്റ് ഉണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് 1 ടെർണറി ജോയിൻറ്റ് ഈസ് ഈക്വൽ ടു 2 ബൈനറി ജോയിൻറ്റ്. സോ അതുകൊണ്ടാണ് 4 ഇൻറ്റു 2 വരുന്നത്. 4 ടെർണറി ജോയിൻ്റ് ഉണ്ട്. ആ ഓരോ ടെർണറി ജോയിൻറ്റിലും 2 ബൈനറി ജോയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് 4 ഇൻറ്റു 2 എഴുതുന്നു. പ്ലസ് അടുത്തതെന്ന് വെച്ചാൽ എത്ര കോർ ടെർണറി ജോയിൻ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ജിയും സിയും ആണ് 2 കോർ ടെർണറി ജോയിൻറ്റ്. അപ്പം 1 കോർ ടെർണറി ജോയിൻറ്റ് ഈസ് ഇക്വലൻ ടു 3 ബൈനറി ജോയിൻറ്റ് അല്ലേ. നമുക്ക് 2 കോർ ടെർണറി ജോയിൻ്റ് ആവുള്ളത്. അതുകൊണ്ട് 2 ഇൻറ്റു ആ ഓരോ കോർ ടെർണറി ജോയിൻറ്റിലും നമുക്ക് 3 ബൈനറി ജോയിൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് 2 ഇൻറ്റു 3 ചെയ്യുന്നു. അപ്പോൾ ഇതിനെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് തരുമ്പോൾ 15 വരും. അപ്പോൾ 15 ആണ് നമ്പർ ഓഫ് ബൈനറി ജോയിൻറ്റ്സ്. എന്നിട്ട് നമുക്കറിയാം എല്ലിൻ്റെ വാല്യൂ നമുക്ക് 11 എന്നറിയാം, ജെയുടെ വാല്യൂ 15 എന്നറിയാം. നമ്മൾ ആ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ജെ ഇസിക്കൽ ടു 3/2L-2. ഇവിടെ നമ്മൾ കണ്ടോ ജെ പ്ലസ് h/2 ഇസിക്കൽ ടു 3/2L-2 എന്നായിരുന്നു നമ്മുടെ ഇക്വേഷൻ. പക്ഷേ ഇതെല്ലാം ടേണിംഗ് പെയറാണ്. ഈ ഫിഗറിൽ വന്നേക്കുന്ന എല്ലാം ടേണിംഗ് പെയറാണ്. അതുകൊണ്ട് നമുക്ക് ആ എച്ച് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എച്ചിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതുകൊണ്ട് ജെ ഇസിക്കൽ ടു 3/2L-2 എന്ന് വരും. എന്നിട്ട് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 15 ജെ എന്ന് വെച്ചാൽ 15 ആണ്. 15 ഇസിക്കൽ ടു 3/2 ഇൻറ്റു എല്ലിൻ്റെ വാല്യൂ 11 - 2. 15 ഇസിക്കൽ 14.5 വരും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവുന്നില്ല. ദെയർഫോർ ദിസ് ഡസ് നോട്ട് ഫോം എ കൈനമാറ്റിക് ചെയിൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇതൊരു കൈനമാറ്റിക് ചെയിൻ അല്ല എന്ന് നമുക്കിതിനെ പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബൈനറി ജോയിൻറ്റ്, ടെർണറി ജോയിൻറ്റ്, ക്വാർട്ടർണറി ജോയിൻറ്റ് എന്നിവയെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് മെക്കാനിസം. വാട്ട് ഡു യു മീൻ ബൈ മെക്കാനിസം? Mechanism means that when one link of a kinematic chain is fixed, the chain is known as a mechanism. Mechanism എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. കൈനമാറ്റിക് ചെയിൻ നമുക്കറിയാം അല്ലേ. കൈനമാറ്റിക് ചെയിൻ എന്ന് വെച്ചാൽ കൈനമാറ്റിക് ചെയിൻ ഇൻക്ലൂഡ്സ് കൈനമാറ്റിക് പെയർ അല്ലേ. കൈനമാറ്റിക് പെയറിൻ്റെ കോമ്പിനേഷനാണ് വി കോൾ ആസ് കൈനമാറ്റിക് ചെയിൻ അല്ലേ. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്ലൈഡ് ട്രൈങ് മെക്കാനിസം കണ്ടു, 4 ബാർ മെക്കാനിസം കണ്ടു അല്ലേ. സോ വെൻ one of the link of a kinematic chain is fixed, it is known as a mechanism. The chain is known as mechanism. എന്ന് വെച്ചാൽ എക്സാമ്പിളായിട്ട് സ്ലൈഡർ ക്രൈം മെക്കാനിസം തന്നെ നോക്കാം. സോ ഈ സ്ലൈഡർ ക്രൈം മെക്കാനിസം നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൻ്റെ ഫസ്റ്റ് ലിങ്ക് ഫിക്സാണ്, ലിങ്ക് 1 ഫിക്സഡാ അല്ലേ. അതിനെ നമ്മൾ ഫ്രെയിം എന്ന് പറയും. സോ ഈ ഒരു ഫ്രെയിം ഫിക്സഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഫ്രെയിം ഫിക്സഡ് അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ മെക്കാനിസം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. ഇത് ഫിക്സഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. മനസ്സിലായോ? സോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു കൈനമാറ്റിക് ചെയിൻ ഇതിനെല്ലാം കൂടെ ചേരുന്നതാണ് കൈനമാറ്റിക് ചെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ. സോ കൈനമാറ്റിക് ചെയിനിനകത്ത് ഏതെങ്കിലും ഒരു ലിങ്ക് ഫിക്സ് ആക്കുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മെക്കാനിസം. സോ ഈ ഫിക്സഡ് ഫ്രെയിം ഈ ലിങ്ക് 1 എന്ന് വെച്ചാൽ അതിനെ ഫിക്സഡ് ആക്കിയിരിക്കുക. അതുകൊണ്ടാണ് ഈ ലിങ്ക് 2 റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ലിങ്ക് 3ക്ക് ഒരു ഓസിലേഷൻ വരുന്നത്, ലിങ്ക് 4 സ്ലൈഡ് ചെയ്യുന്നത്. സോ കൈനമാറ്റിക് ചെയിനകത്തെ നമ്മൾ ഏതെങ്കിലും ഒരു ലിങ്ക് ഫിക്സ് ചെയ്യുവാണെങ്കിൽ ദെൻ ഇറ്റ് വിൽ ബിക്കം എ മെക്കാനിസം.
ഇപ്പം ഇതിനെ ലിങ്ക് 1, ലിങ്ക് 2, ലിങ്ക് 3, ലിങ്ക് 4 ഇതിനെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു കൈനമാറ്റിക് ചെയിൻ എന്ന് വേണേൽ പറയാം. ഇതൊക്കെ കൈനമാറ്റിക് ചെയിൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഇൻ എ കൈനമാറ്റിക് ചെയിൻ ഇഫ് വൺ ഓഫ് ദ ലിങ്ക് ഈസ് ഫിക്സ് ദെൻ ഇറ്റ് വിൽ ബിക്കം എ മെക്കാനിസം. അപ്പോൾ അതാണ് പറയുന്നത്. When one of the link of a kinematic chain is fixed, the chain is known as a mechanism. It may be used for transmitting or transforming motion. മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്ലൈഡർ ക്രൈം മെക്കാനിസം ഓൾറെഡി നിങ്ങൾ കണ്ടതാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ എന്തുവാ? ഒന്നെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്രാങ്കിൻ്റെ റോട്ടറി മോഷനെ റെസിപ്രോക്കേറ്റിംഗ് മോഷനായിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലേ? ആ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ നമുക്ക് ആ സ്ലൈഡറിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം എ മെക്കാനിസം വിത്ത് 4 links ഈസ് നോൺ ആസ് എ സിമ്പിൾ മെക്കാനിസം ആൻഡ് ദ മെക്കാനിസം വിത്ത് മോർ ദാൻ 4 links ഈസ് നോൺ ആസ് എ കോമ്പൗണ്ട് മെക്കാനിസം. ഓക്കെ, സോ ഇവിടെ പറയുന്നത് എ മെക്കാനിസം വിത്ത് 4 link ഈസ് നോൺ ആസ് എ സിമ്പിൾ മെക്കാനിസം ആൻഡ് ദ മെക്കാനിസം വിത്ത് മോർ ദാൻ 4 link ഈസ് നോൺ ആസ് എ കോമ്പൗണ്ട് മെക്കാനിസം. 4 ലിങ്ക്, 4 ലിങ്ക്സ് ഉള്ള മെക്കാനിസത്തെ നമ്മൾ സിമ്പിൾ മെക്കാനിസം എന്നാണ് പറയുന്നത്. സോ നമ്മൾ നേരത്തെ കണ്ട സ്ലൈഡ് ക്രാങ്ക് മെക്കാനിസം അതൊരു സിമ്പിൾ മെക്കാനിസമാണ്. അവിടെ എത്ര ലിങ്ക് ഉണ്ട്? സ്ലൈഡ് ക്രാങ്ക് മെക്കാനിസത്തിൽ ഇത് ലിങ്ക് 1, ദിസ് ഇസ് ലിങ്ക് 2, ദിസ് ഇസ് ലിങ്ക് 3 ആൻഡ് ദിസ് ഇസ് ലിങ്ക് 4. സോ ദിസ് ഇസ് എ സിമ്പിൾ മെക്കാനിസം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ 4 ലിങ്ക്സ് ഉള്ള മെക്കാനിസത്തെ സിമ്പിൾ മെക്കാനിസം എന്ന് പറയും. 4ൽ കൂടുതൽ ലിങ്ക് ഉണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ കോമ്പൗണ്ട് മെക്കാനിസം. അപ്പം അങ്ങനെ നമ്മൾ മെക്കാനിസത്തെ ക്ലാസിഫൈ ചെയ്യാം. വെൻ എ മെക്കാനിസം ഈസ് റിക്വയർഡ് ടു ട്രാൻസ്മിറ്റ് പവർ ടു ഡു സം പർട്ടിക്കുലർ വർക്ക് ദെൻ ഇറ്റ് ബിക്കംസ് എ മെഷീൻ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മെക്കാനിസം യൂസ് ചെയ്ത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് മെഷീൻ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ടു ഒബ്റ്റെയിൻ ഡിഫറെൻറ്റ് മെക്കാനിസം ഡിഫറെൻറ്റ് ലിങ്ക്സ് ക്യാൻ ബി ഫിക്സ്ഡ്. ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കണ്ടു, അല്ലേ, സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിനകത്ത് 4 ലിങ്ക്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ലിങ്ക് 1 ഫിക്സ് ചെയ്തപ്പോഴാണ് ഇപ്പം നമ്മൾ കണ്ട സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം കിട്ടിയത്. നമ്മുടെ ഫിഗർ അനുസരിച്ച് പറയുവാണെങ്കിൽ നോക്കിക്കേ, ഞാൻ ആ ഫിഗർ ഒന്ന് എടുക്കാം. സോ ഈ ലിങ്ക് 1 ഫിക്സ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം കിട്ടിയത്. ഈ ലിങ്ക് 2 ഞാൻ ഈ ക്രാങ്ക് ഫിക്സ് ചെയ്താൽ എനിക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും മെക്കാനിസം എനിക്ക് കിട്ടും. അപ്പോൾ ഈ ലിങ്ക് 1 ഫിക്സഡ് അല്ലായിരിക്കും, ലിങ്ക് 2 ഞാൻ ഫിക്സ് ചെയ്യുവാണെങ്കിൽ എനിക്ക് വേറൊരു മെക്കാനിസം കിട്ടും. മനസ്സിലായോ? ഇപ്പോൾ ലിങ്ക് 1 ലിങ്ക് 2 അല്ലാതെ ലിങ്ക് 3 ചിലപ്പോൾ ഫിക്സ് ചെയ്യുമ്പോൾ എനിക്ക് മറ്റൊരു മെക്കാനിസം ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ഈ ലിങ്കുകൾ മാറ്റി മാറ്റി ഫിക്സ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പല പല മെക്കാനിസംസ് കിട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അത് നമ്മുടെ അടുത്ത ടോപ്പിക്കുകളിലൊക്കെ അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ടു ഒബ്റ്റെയിൻ ഡിഫറെൻറ്റ് മെക്കാനിസം ഡിഫറെൻറ്റ് ലിങ്ക്സ് ക്യാൻ ബി ഫിക്സ്ഡ്. സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ തന്നെ പല ലിങ്കുകളും നമ്മൾ ഫിക്സ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പല മെക്കാനിസങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. എക്സാമ്പിളായിട്ട് പറയുന്നത് മെക്കാനിസത്തിൻ്റെ എക്സാമ്പിളാണ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം, 4 bar മെക്കാനിസം. സോ ദീസ് ടു ആർ എക്സാമ്പിൾസ് ഫോർ മെക്കാനിസംസ്. ഓക്കെ, അപ്പോൾ അതാണ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ എ പ്ലെയിൻ മെക്കാനിസം. നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, മെക്കാനിസത്തിൻ്റെ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അത് എന്താണെന്ന് ഞാൻ പറയാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുക. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് റിലേറ്റീവ് മോഷൻസ് ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷണൽ എ പെയർ ക്യാൻ ഹാവ്. ഇപ്പം ഒരു ബോഡിക്ക് ഉണ്ടാകാൻ പറ്റുന്ന മോഷൻസ് അല്ലെങ്കിൽ അതിനുണ്ടാകാൻ സാധ്യതയുള്ള ഡിഫോർമേഷൻ അത് ചിലപ്പം ട്രാൻസ്ലേഷൻ മോഷനാകാം അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷനാകാം. അപ്പോൾ ഒരു ബോഡിക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് ഓഫ് മോഷനും എത്ര ടൈപ്പ് ഓഫ് മോഷൻസ് ഉണ്ടോ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വേണേൽ പറയാം. ഉദാഹരണത്തിന് ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയാണ് ഈ ക്യാൻഡിലീവർ ബീമിൻ്റെ പടം ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു ക്യാൻഡിലീവർ ബീമിൻ്റെ ഫിഗറാണ്. അപ്പോൾ ഒരു എൻഡ് ഫിക്സഡ് ആണ്, മറ്റേ എൻഡ് അതിൽ ആ ഫിക്സഡ് എൻഡിൽ നമ്മൾ ഈ ക്യാൻഡിലീവർ ബീം ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത് ഫിക്സഡ് എൻഡ്, ഇത് ഫ്രീ എൻഡ്. അപ്പോൾ ഞാൻ ഈ ഫ്രീ എൻഡിലോട്ട് ഞാൻ ഒരു വെർട്ടിക്കൽ ലോഡിങ് കൊടുത്താൽ ആ ക്യാൻഡിലീവർ ബീം എങ്ങനെയൊക്കെ മൂവ് ചെയ്യും? ഈ ഒരു വെർട്ടിക്കൽ ലോഡ് ഞാൻ ഈ ഫ്രീ എൻഡിൽ കൊടുത്താൽ ഈ ക്യാൻഡിലീവർ ബീം ഇങ്ങനെ ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്യും, അല്ലേ? ഈ ഒരു എൻഡ് കുറച്ച് താഴോട്ട് പോകും. ഈ ഫിക്സഡ് എൻഡിൽ എന്തെങ്കിലും മോഷൻ വരുമോ? ഒരു മോഷൻ വരത്തില്ല, കാര്യം അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. സോ ഈ ഫിക്സഡ് എൻഡിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര എണ്ണം വരും? ഈ ഫിക്സഡ് എൻഡിൽ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും വരത്തില്ല, കാര്യം ഇത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക, വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുക, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതിന് ഒരു ടൈപ്പ് ഓഫ് മോഷൻസ് ഈ ഒരു എൻഡിൽ വരത്തില്ല.
നേരെ മറിച്ച് ഈ ഫ്രീ എൻഡിൽ എത്ര മോഷൻസ് വരും? ഫ്രീ എൻഡിൽ ലോഡ് ആക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫ്രീ എൻഡ് ഇങ്ങനെ താന്നുകൊണ്ടിരിക്കും. ഇവിടെ ഈ ബീം ഒന്ന് ചെറുതായിട്ടൊന്ന് ബെൻഡ് ആവും. ലോഡ് കൂടുന്നതിനനുസരിച്ച് ഈ ബീം ബെൻഡ് ആയിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഈ ഫ്രീ എൻഡ് താഴോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഫ്രീ എൻഡിൽ 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. എന്തുകൊണ്ടാണ്? ഈ ലോഡ് വരുന്നതനുസരിച്ച് ഇത് താഴുക. അപ്പോൾ താഴോട്ട് അതിന് മോഷൻസ് പോസിബിളാണ് അല്ലേ? കാര്യം ഇത് ഫ്രീ എൻഡാണ്, ഇവിടെ ഒന്നും ജോയിനിങ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഫ്രീ എൻഡ് ആയതുകൊണ്ട് ലോഡ് വരുന്നതിനനുസരിച്ച് ഇത് താന്നുകൊണ്ടിരിക്കും. സോ ഈ ഫ്രീ എൻഡിൽ 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. മനസ്സിലായോ? പിന്നെ അത് നമ്മളിപ്പോൾ പറഞ്ഞ ട്രാൻസ്ലേഷൻ കേസിലാണ്. ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ ലീനിയർ ആയിട്ടുള്ള മോഷനെ പറയുന്നവരാണ് ട്രാൻസ്ലേഷൻ. അപ്പം ഈ ഫിക്സഡ് എൻഡിൽ 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും ഇല്ല. പക്ഷേ ഈ ഫ്രീ എൻഡിൽ ഒരു ടൈപ്പ് പർട്ടിക്കുലർ താഴോട്ട് ഇതിൻ്റെ ഡിഫ്ലക്ഷൻ താഴോട്ട് നമ്മൾ ഇത് ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് ഈ ഫ്രീ എൻഡ് താഴോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 ആണ്. പിന്നെ ഈ 2 എൻഡ്സിലും ഈ ഫിക്സഡ് എൻഡ് ആണെങ്കിലും ഫ്രീ എൻഡ് ആണെങ്കിലും ഇവിടെ റൊട്ടേഷൻ ഒന്നും വരത്തില്ല. നമ്മളിവിടെ എങ്ങനെ ലോഡിങ് കൊടുത്താലും നമ്മളിവിടെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റൊട്ടേഷനും പോസിബിൾ അല്ല. ഈ ഒരു എൻഡിൽ നമുക്ക് ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അല്ലേ? സോ ഇവിടെ നമുക്ക് ആകെ പോസിബിൾ ആയിട്ടുള്ളത് ഇതിനെ ഒരു വൈ ആക്സിസിൽ ഇതിനെ ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. സോ ഫ്രീ എൻഡിൽ 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, ഫിക്സഡ് എൻഡിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒന്നും തന്നെ ഇല്ല. അപ്പം നിങ്ങൾക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ ഓരോ പോർഷൻസിലും എത്ര രീതിയിൽ അതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന് എത്ര രീതിയിലുള്ള മോഷൻസ് പോസിബിളാണ്, അതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ആൻ അൺകൺസ്ട്രെയിൻഡ് റിജിഡ് ബോഡി മൂവിങ് ഇൻ സ്പേസ് ക്യാൻ ഡിസ്ക്രൈബ് ദ ഫോളോയിങ് ഇൻഡിപെൻഡൻറ്റ് മോഷൻ. ട്രാൻസ്ലേഷൻ along 3 mutually perpendicular axes x, y and z. റൊട്ടേഷൻ അബൌട്ട് ദ ആക്സസ്. എന്ന് വെച്ചാൽ അൺകൺസ്ട്രെയിൻഡ് ബോഡി എന്ന് വെച്ചാൽ ഒരിടത്തും ജോയിനിങ് ഒന്നും ഇല്ലാത്ത ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ബോഡി. ഫ്രീ ആയിട്ട് ഒരിടത്തും ഒരു കണക്ഷൻസോ ഒരു ജോയിനിങ്ങോ ഒന്നുമില്ല, അതിനെങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം. അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ബോഡിക്ക് ശരിക്കും പറഞ്ഞാൽ 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. എന്ന് വെച്ചാൽ അതിന് ആ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒന്നെങ്കിൽ എക്സ് ഡയറക്ഷൻ, അല്ലെങ്കിൽ വൈ ഡയറക്ഷൻ, അല്ലെങ്കിൽ ഇസഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. അല്ലെങ്കിൽ അതിന് റൊട്ടേഷൻ പോസിബിളാണ്. അതിൻ്റെ ആക്സസിനെ ബേസ് ചെയ്ത് അതിന് വേണേൽ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേഷൻ അബൌട്ട് എക്സ് ആക്സിസ് വേണേൽ ചെയ്യാം, റൊട്ടേഷൻ അബൌട്ട് വൈ ആക്സിസ് വേണേൽ ചെയ്യാം, റൊട്ടേഷൻ അബൌട്ട് ഇസഡ് ആക്സിസ് വേണേൽ ചെയ്യാം. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇപ്പം പ്ലാനറ്റ്സിൻ്റെ കേസിൽ ജസ്റ്റ് ഒന്ന് പറയുക. ഇപ്പോൾ പ്ലാനറ്റൊക്കെ നിങ്ങൾക്കറിയാം, അതിന് പ്രത്യേകിച്ച് അതിന് ഒരു ഇതില്ല, കൺസ്ട്രെയിൻസ് ഒന്നും ജനറലി നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് എങ്ങനെ വേണേലും മൂവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എക്സ് വൈ സെഡ് ആക്സിസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന് എക്സ് ആക്സിസിൽ വേണേൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം, വൈ ആക്സിസിൽ വേണേൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം, ഇസഡ് ആക്സിസ് വേണേൽ അതിന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ എക്സ് വൈ സെഡ് ആക്സിസിൽ അതിന് വേണേൽ മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിനായിരിക്കുന്ന അതിൻ്റെ ഓർബിറ്റിൽ നിന്നുകൊണ്ട് അതിന് വേണേൽ റൊട്ടേറ്റ് ചെയ്യാം അല്ലേ? റൊട്ടേഷൻ അബൌട്ട് എക്സ് ആക്സിസ് വേണേൽ ചെയ്യാം, റൊട്ടേഷൻ അബൌട്ട് വൈ ആക്സിസ് വേണേൽ ചെയ്യാം, റൊട്ടേഷൻ അബൌട്ട് ഇസഡ് ആക്സിസ് വേണേൽ ചെയ്യാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു കൺസ്ട്രെയിൻസും ഇല്ലാത്ത ബോഡി എന്ന് വെച്ചാൽ അൺകൺസ്ട്രെയിൻഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഒരിടത്തും ഒരു കണക്ഷൻസോ ഒരു ബന്ധമോ ഒന്നും ഇല്ലാത്ത ഒരു ബോഡിയെ പറയുന്നവരാണ് അൺകൺസ്ട്രെയിൻഡ് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഒരിടത്തും ഒരു പിടുത്തമോ അല്ലെങ്കിൽ ഒരു ജോയിനിങ്ങോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും രീതിയിൽ ഒരു കണക്ഷനോ ഒന്നും വരാത്ത ഒരു ബോഡിയെ പറയുന്നവരാണ് അൺകൺസ്ട്രെയിൻഡ് ബോഡി. അപ്പം ഒരു കൺസ്ട്രെയിൻസും ഇല്ലാത്ത ഒരു ബോഡിക്ക് ശരിക്കും പറഞ്ഞാൽ 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഡിഗ്രീസ് ട്രാൻസ്ലേഷൻ along എക്സ് വൈ സെഡ്, റൊട്ടേഷൻ അബൌട്ട് എക്സ് വൈ സെഡ്. The connection of a link with the other imposes certain constraints on the relative motion. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഞാൻ കഴിഞ്ഞ എക്സാമ്പിൾ ക്യാൻറ്റിലീവറിൻ്റെ എക്സാമ്പിൾ നോക്കിക്കേ. ഈ ക്യാൻറ്റിലീവർ ബീം, ഈ ഒരു ബീം ഇവിടെ ഫിക്സ് ഇങ്ങോട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇതിന് പിന്നെ ഇവിടെ ഒരു മൂവ്മെൻറ്റും പോസിബിൾ അല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കൺസ്ട്രെയിൻ്റ് ആണ്. ഈ ഒരു എൻഡ് നമ്മൾ കൺസ്ട്രെയിൻ ചെയ്യുക നമ്മൾ ചെയ്തത്. എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടിരുന്ന ഒരു ക്യാൻറ്റിലീവർ ബീമിനെ നമ്മൾ ഇങ്ങോട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു അല്ലേ? ക്യാൻറ്റിലീവർ ബീം അല്ല, ഫ്രീ ആയിട്ടിരുന്ന ഒരു ബീമിനെ ഞാൻ ഇങ്ങോട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചേ? ഈ ഒരു എൻഡ് അങ്ങ് ഫിക്സ് ആയിപ്പോയി. ഇവിടെ ഈ ഒരു എൻഡിന് ഒരു ടൈപ്പ് ഓഫ് മോഷൻസും പോസിബിൾ അല്ല അല്ലേ? നമ്മൾ എങ്ങനെയൊക്കെ ഇതിനെ ലോഡ് ചെയ്താൽ ഈ ഒരു എൻഡിന് ഒരു മോഷനും സാധ്യമല്ല. അപ്പം നമ്മൾ അവിടെ ചെയ്തത് എന്നാന്ന് വെച്ചാൽ ഇവിടെ ഒരു കൺസ്ട്രെയിൻ, നമ്മൾ ഈ ഒരു എൻഡിനെ കൺസ്ട്രെയിൻ ചെയ്യിപ്പിക്കുക ചെയ്തത്. എന്ന് വെച്ചാൽ ഈ ഒരു എൻഡിനെ നമ്മൾ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അതിനെ ഒന്ന് കൺസ്ട്രെയിൻ ചെയ്തു. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പം കൺസ്ട്രെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ദെൻ the connection of a link with other imposes certain constraint on the relative motion. ഇപ്പം നമ്മളൊരു
ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്രാങ്കിൻ്റെയും കണക്റ്റിംഗ് റോഡിൻ്റെയും ഈ കേസ് എടുക്കുക. ആ ഒരു ഫിഗർ ഞാൻ എടുക്കാം, അത് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കണ്ടോ, ഇത് ക്രാങ്ക്, ഇത് കണക്റ്റിംഗ് റോഡ്. അപ്പോൾ ഇത് തമ്മിലുള്ള കൺസ്ട്രെയിൻ്റ് എന്ന് വെച്ചാൽ ഈ ഒരു പോയിൻ്റാണ്. എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലം ഈ ഒരു ജോയിൻ്റാണ്. ഈ ഒരു ജോയിൻ്റ് ഉള്ളതുകൊണ്ടാണ് ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കണക്റ്റിംഗ് റോഡ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഈ ജോയിൻ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്രാങ്കിനെയും കണക്റ്റിംഗ് റോഡിനെയും കൺസ്ട്രെയിൻ ചെയ്ത് വെപ്പിച്ചിരിക്കുന്നത്. ക്രാങ്കും കണക്റ്റിംഗ് റോഡും കൺസ്ട്രെയിൻഡ് ആയിട്ടിരിക്കുന്ന പോയിൻ്റ് എന്ന് വെച്ചാൽ ഈ പോയിൻ്റാണ്. അപ്പോൾ അതാണ് പറയുന്നത്. നമ്മുടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ ആ പോയിൻ്റ് ഒന്ന് എടുക്കാം. The connection of a link with other imposes certain constraint on the relative motion. അപ്പോൾ ആ ക്രാങ്കും കണക്റ്റിംഗ് റോഡും അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അതൊരു കൺസ്ട്രെയിൻഡ് മോഷനായിട്ട് നടക്കുന്നത്. അത് തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ എപ്പോഴും ഒരേ രീതിയിൽ കൺസ്ട്രെയിൻഡ് ആയിട്ട് നടക്കുന്നത്. മനസ്സിലായോ? ദ നമ്പർ ഓഫ് റിസ്ട്രെയിൻസ് ക്യാൻ നെവർ ബി സീറോ. ഈ കൺസ്ട്രെയിൻസിൻ്റെ ഓപ്പോസിറ്റാണ് റിസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പം ദ നമ്പർ ഓഫ് റിസ്ട്രെയിൻസ് ക്യാൻ നെവർ ബി 0 or 6 എന്ന് വെച്ചാൽ, ഇപ്പം ഒരു ബോഡി, ഇപ്പം നമ്മൾ കൈനമാറ്റിക് ചെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഈ സബ്ജക്റ്റിൽ നമുക്കറിയാം കൺസ്ട്രെയിൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബോഡിക്ക് മോഷന് നമ്മൾ കൊടുക്കുന്ന റെസ്ട്രിക്ഷൻസിനെ പറയുന്നവരാണ് കൺസ്ട്രെയിൻസ് എന്ന് വെച്ചാൽ. കൺസ്ട്രെയിൻസിൻ്റെ സിനോണിംസ് ആണ്. എന്ന് വെച്ചാൽ കൺസ്ട്രെയിൻസിൻ്റെ മറ്റൊരു വാക്കാണ് റിസ്ട്രെയിൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സെയിം തന്നെയാണ്, കൺസ്ട്രെയിൻ തന്നെയാണ് റിസ്ട്രെയിൻ. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു കൈനമാറ്റിക് ചെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദ നമ്പർ ഓഫ് റിസ്ട്രെയിൻസ് ക്യാൻ നെവർ ബി 0 or 6. 0യോ 6ഓ ആകാൻ പാടില്ല, അല്ലേ? നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് അല്ല റിസ്ട്രെയിൻസ് രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ അത് 0 ആകാനും പാടില്ല, 6 ആകാനും പാടില്ല. 0 എന്ന് വെച്ചാൽ എന്തുവാ എന്ന് വെച്ചാൽ അത് ഫ്രീലി ആയിട്ട് നടക്കുന്ന ഒരു ബോഡി, അവിടെ ഒരു തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല അതിൻ്റെ മോഷന്. അതാണ് 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ജോയിൻ്റ് ഈസ് ഡിസ്കണക്റ്റഡ്. എന്ന് വെച്ചാൽ രണ്ട് പെയർ എടുക്കുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ, ഇത് ഫസ്റ്റ് ലിങ്കും ഇത് സെക്കൻഡ് ലിങ്കുമായിട്ട് എടുക്കുവാണെങ്കിൽ ഈ ജോയിൻ്റ് ഡിസ്കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇത് മറ്റൊരു ബോഡിയാവും, ഇത് വേറൊരു ബോഡിയാവും, അല്ലേ? അപ്പോൾ ഈ ജോയിൻ്റ് ഡിസ്കണക്ട് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു ലിങ്കും ഇത് സെക്കൻഡ് ലിങ്കുമായിട്ട് എടുക്കുവാണെങ്കിൽ ഇത് തമ്മിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ഈ ജോയിൻ്റ് ഡിസ്കണക്ട് ചെയ്താൽ സംഭവിക്കുന്നത് അത് മറ്റൊരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയായി മാറുവാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമുക്കൊരു കൈനമാറ്റിക് ചെയിൻ എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതൊരു മെക്കാനിസമായിട്ടൊന്നും നമുക്കതിനെ കാണാൻ പറ്റത്തില്ല. കാര്യം രണ്ട് ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്. അപ്പോൾ ഒരിക്കലും അതിൻ്റെ നമ്പർ ഓഫ് റിസ്ട്രെയിൻസ് 0 ആകാനും പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്പർ ഓഫ് റിസ്ട്രെയിൻസ് 6 ആകാനും പറ്റത്തില്ല. 6 ആണ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? 6 ആണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് മോഷൻസും ആ രണ്ട് ലിങ്കുകൾ തമ്മിൽ പറ്റുന്നില്ലെങ്കിൽ ദെൻ അതിനെ നമുക്കൊരു കൈനമാറ്റിക് മെക്കാനിസമായിട്ടൊന്നും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം നോക്കിക്കേ, ഇതാണ് ക്യാൻറ്റിലിവർ ബീമിൻ്റെ ഇത് ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കി, ഈ ഫിക്സഡ് എൻഡിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് മോഷനും നടക്കുന്നില്ല. കാര്യം ഇത് എൻഡ് ഫിക്സഡാണ്. ഇവിടെ ട്രാൻസ്ലേഷൻ പറ്റത്തില്ല, റൊട്ടേഷൻ പറ്റത്തില്ല. നേരെ മറിച്ച് ഈ എൻഡ് കണ്ടോ, ഈ എൻഡ് ഫ്രീയാണ്. ഈ എൻഡിൽ ട്രാൻസ്ലേഷൻ പോസിബിളാണ്, റൊട്ടേഷൻ നടക്കുന്നില്ലെന്നേ ഉള്ളൂ, അല്ലേ? അപ്പം നമുക്കൊരു മെക്കാനിസം വരുമ്പോഴത്തേക്കും നമുക്കതിൽ മെക്കാനിസത്തിൽ മോഷൻ വരുമ്പോഴത്തേക്കും അവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡമേ ഇല്ല എന്ന് നമുക്ക് ഒരു കേസ് വരുവാണെങ്കിൽ, എന്ന് വെച്ചാൽ അത് ഒരു മെക്കാനിസം വരുമ്പോഴത്തേക്കും അതിൻ്റെ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് 6 എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് 6 എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ ഒരു എൻഡിലെ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് 6 ആണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ടൈപ്പ് ഓഫ് മോഷനും വരുന്നില്ല, ശരിയല്ലേ? അപ്പോൾ ഈ ഒരു എൻഡിലും ഇപ്പോൾ ഇതുപോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള എൻ്റെ ഇവിടെ വരുന്നെങ്കിലും എന്ത് സംഭവിക്കും? ഇവിടെയും ഒരു ടൈപ്പ് ഓഫ് മോഷനും വരത്തില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു എക്സാമ്പിളിൽ ഇതൊരു ഫ്രീ എൻഡാണ്. പക്ഷേ ഇത് ഫ്രീ എൻഡ് ആകാതെ ഇതുപോലെ ഒരു ഫിക്സഡ് എൻഡ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? എത്ര ലോഡിക്ക് വന്നാലും ഇവിടെ രണ്ടിടത്ത് ഒരു ഡിഫ്ലക്ഷൻ വരത്തില്ല, ഒരു ടൈപ്പ് ഓഫ് മോഷനും വരത്തില്ല. സോ അങ്ങനെ ഒരു ഡിഫ്ലക്ഷനും ഒരു ടൈപ്പ് ഓഫ് മോഷനും വരുന്നില്ലെങ്കിൽ നമുക്ക് അതിനെ ഒരു മെക്കാനിസമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ സബ്ജക്റ്റിൽ. ഓക്കെ, അപ്പം അങ്ങനെ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ഒരിക്കലും 0യോ 6ഓ ആകാൻ സാധ്യമല്ല. അതൊരിക്കലും 0 ആകാനും പാടില്ല, 6 ആകാനും പാടില്ല. 0 എന്ന് വെച്ചാൽ അവിടെ റെസ്ട്രിക്ഷൻസേ ഇല്ല, അതിൻ്റെ മോഷൻ ഒരു തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷനും ഇല്ല എന്നാണ് 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് 6 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എല്ലാ തരത്തിലുള്ള മോഷനും അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷനാണ് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് 6 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ബോഡി ആകുമ്പോൾ ഒരിക്കലും അതിൻ്റെ കൺസ്ട്രെയിൻസ് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് 0 ആകാനും പാടില്ല, 6 ആകാനും പാടില്ല. ഓക്കെ,
അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ടോപ്പിക് ഇത്ര വെച്ച് വൈൻഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കുക. അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിലോട്ട് കൂടുതൽ നമ്മൾ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒന്ന് നോക്കുക.